വളരെയധികം ടോക്സിസിറ്റി ലിവറിന് വരുത്താവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഉണ്ട്. ലിവർ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഒരു മരുന്നും ലിവറിനെ ഒരു ഗുണവും ചെയ്യുന്നില്ല. ലിവറിന് സച്ച് മരുന്നുകളെല്ലാം ഒരു ബാധ്യതയാണ്, ഒരു സ്ട്രെയിനാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞൊരു ബാധ്യതയാണ്. അതിന് കാരണം അത് ലിവറിലേക്ക് ചെന്നിട്ട് ലിവർ വേണ്ട അതിനെ മെറ്റബോളൈസ് ചെയ്ത് വേസ്റ്റ് ആക്കി നമ്മൾ നമ്മുടെ ഈ ബൈലിൽ കൂടി മലത്തിൽ കൂടെ കളയാനായിട്ട് നോക്കും. അതിന് പറ്റാത്ത ഇതിനെയൊക്കെയാണ് കിഡ്നിയിലേക്ക് പുറത്തേക്ക് വിടാം. അപ്പം ലിവറും കിഡ്നിക്കും സഹായം ചെയ്യുന്ന മരുന്നുകൾ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ വന്നിട്ട് ഇൻഫ്ലമേഷൻ കൂടിയിരിക്കുമ്പം ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ട് കഴിക്കുന്നത് ഡെഫിനറ്റ്ലി. അപ്പോൾ ഏത് രോഗത്തിനാണെങ്കിലും ഇൻഫ്ലമേഷൻ കൂടിയിരിക്കുമ്പം, ഈവൻ നമ്മൾ കോവിഡ് കാലത്ത് കോവിഡ് ഏറ്റവും കൂടിയിരിക്കുമ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിനായിട്ട്. വേദന കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എല്ലാ മരുന്നും ലിവറിനെ സംബന്ധിച്ചിടത്തോളം ടോക്സിക് ആണ്. പിന്നെ ഹൈലി ടോക്സിക് ആണോ, മൈൽഡ് ടോക്സിസിറ്റി ഉള്ളോ, കോമൺലി ടോക്സിസിറ്റി വരുത്താമോ, പിന്നെ ചില നമ്മുടെ ജെനറ്റിക്സ് അനുസരിച്ച് കൂടെ ഇരിക്കും. ഒരു G6PD ഡെഫിഷ്യൻസി, അങ്ങനെ ചില എൻസൈംസിന്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചില മരുന്നുകൾ ലിവറിന് ക്ലിയർ ടോക്സിസിറ്റി വരുത്താം. പ്രത്യേകിച്ചും ചില ആന്റി ടി പി മരുന്നുകളൊക്കെ, TBക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾ 3-4 ആന്റിബയോട്ടിക്സ് ഒരേ സമയത്ത് കഴിക്കുന്നുണ്ടാകും. അതിൽ ചിലതൊക്കെ ചിലപ്പം വെരി ടോക്സിക് ആയി ലിവർ ഫെയിലിയറിലേക്ക് ബിലിറൂബിനൊക്കെ കൂടാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവർ ലിവർ ടോക്സിക് ആണെന്ന് അറിയാവുന്ന മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ലിവറിന്റെ ഫംഗ്ഷൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എവരി വീക്ക് ഓർ 2 വീക്സ്, തുടക്കമൊക്കെ എവരി വീക്ക്, പിന്നെ 2 വീക്സ് കൂടുമ്പോൾ മന്ത്ലി ലിവർ ഫംഗ്ഷൻ നോക്കിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഈ സൈക്യാട്രിക് മെഡിസിൻസിനും അങ്ങനെ വരാം. അപ്പോൾ എന്ത് മരുന്നും ക്രോണിക് ആയിട്ട് എടുക്കുന്നുണ്ടോ ഡെഫിനറ്റ്ലി നമ്മൾ ലിവർ ഫംഗ്ഷൻ നോക്കണം.